നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഒരുപാട് കിടന്നുറങ്ങാതെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വന്നതാണ്. വെയിൽ പോകുന്നതിന് മുന്നേ കുറച്ച് ഗാർഡൻ പണികളൊക്കെ ചെയ്യാമെന്ന് കരുതിയിട്ട് വന്ന് പുറത്തോട്ട് നോക്കിയപ്പോഴല്ലേ നല്ല സൂപ്പർ മഴ മാത്രമല്ല കേട്ടോ, നല്ല ഒന്നാന്തരം തണുപ്പും. അപ്പോൾ പിന്നെ പുറത്തൂടെ ഇറങ്ങിയുള്ള പണി നടക്കില്ലെന്നുള്ള കാര്യം മനസ്സിലായി. എന്നാൽ പിന്നെ പെഗോളയ്ക്ക് അകത്തെന്തെങ്കിലും പണി ചെയ്യാം, കുറച്ച് വെള്ളം ഒഴിക്കാം എന്നൊക്കെ കരുതി ഫ്രണ്ടിൽ പോയപ്പോഴോ നല്ല കാറ്റാണ്. പുറത്തിറങ്ങാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ, അത്ര തണുപ്പ്. എന്നാൽ പിന്നെ ഇവിടെ അകത്തെങ്ങാനും പുതച്ചു മൂടി കുറച്ച് നേരം ഇരിക്കാം, എന്തെങ്കിലുമൊക്കെ എഡിറ്റും ചെയ്ത് പ്ലാനും ചെയ്ത് അങ്ങനെ കുറച്ച്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇപ്പോഴത്തെ പോലെ മൊബൈലോ റീൽസോ ഒന്നുമില്ലല്ലോ. ഒരു അവധി കിട്ടിയാൽ ആ ദിവസം പഠിക്കുന്ന സ്ഥലം, പഠിക്കാനിരിക്കുന്ന സ്ഥലം അടുക്കി പറക്കി വൃത്തിയാക്കുക, മനസ്സിൽ തോന്നുന്നതൊക്കെ ഒരു ബുക്കിൽ എഴുതി വെക്കുക, അതായത് ഡയറി എഴുതുക. അതെൻ്റെ മെയിൻ ഹോബിയായിരുന്നു കേട്ടോ. നല്ല രസത്തിൽ ഞാൻ എഴുതിയിട്ട് പിന്നീട് അത് വായിച്ചു നോക്കുമ്പോൾ ഞാൻ ഓർക്കും, ഇത് ഞാൻ തന്നെയാണോ എഴുതിയതെന്ന്. പപ്പയും മമ്മിയൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ കുറിച്ച് വെക്കുന്ന ആൾക്കാരാണ്. ഞാൻ എഴുതുന്ന പോലെ പ്രബന്ധങ്ങളൊന്നും എഴുതിയില്ലെങ്കിലും പപ്പയ്ക്കൊരു ഡയറി ഉണ്ടായിരുന്നേ. ഇമ്പോർട്ടൻ്റ് ആയ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു കബോർഡ് ലോക്കിട്ടായിരിക്കും എപ്പോഴും. അപ്പോൾ ആ കബോർഡിനകത്ത്, ആ ഒരു ഡ്രോയ്ക്കകത്താണ് ഈ ഡയറി ഇരിക്കുന്നത്. അതിൻ്റെ കീ എവിടെയായിരിക്കുന്നതെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ പപ്പയൊന്നും കാണാതെ ഈ ഡയറി എടുത്ത് വായിക്കാറുണ്ടായിരുന്നു. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഞാൻ എപ്പോഴും എടുത്ത് വെച്ച് വായിക്കുന്നത് എൻ്റെ അച്ചാച്ചൻ്റെയും ജനനത്തീയതി കുറിച്ച് വെച്ചേക്കുന്ന ഒരു ചെറിയൊരു നോട്ട്. 1987 ജനുവരി മാസം 12 മോനുക്കുട്ടൻ ജനിച്ചു. 1990 ജൂലൈ മാസം 29 മോള് ജനിച്ചു. ഞാൻ എത്ര തവണ അത് വായിച്ചു നോക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പൂസിനെയും അമ്മൂസിനെയും പറ്റി ഓരോ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഡയറിയിൽ കുറിക്കുമ്പോൾ ഈ ഫീലിങ്സ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാകാറുണ്ട്.